നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 29ാമത്തെ കഥ മുടിയനായ പുത്രൻ. വേതാളം പിന്നെയും കഥ പറഞ്ഞു. പണ്ട് ഉജ്ജയിനി രാജ്യത്ത് മഹാശയൻ എന്നൊരു രാജാവ് വാണിരുന്നു. തലസ്ഥാന നഗരിയിൽ തന്നെ ദേവവർമ്മ എന്നൊരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഏകപുത്രനായ രാമഭദ്രനും ഒന്നിച്ച് താമസിച്ചിരുന്നു. യൗവനദശയിലെത്തിയതോടുകൂടി ഒരു വലിയ ചൂതുകളിക്കാരനും മദ്യപാനിയുമായി തീർന്ന രാമഭദ്രൻ തൻ്റെ പിതാവ് ആർജിച്ചു വച്ചിരുന്ന വമ്പിച്ച സ്വത്തു മുഴുവൻ ദുർമാർഗങ്ങളിൽ ധൂർത്തടിച്ച് നാമാവശേഷമാക്കി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവൻ്റെ പിതാവ് അവനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. അവൻ പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ് വേറൊരു നഗരത്തിലെത്തിച്ചേർന്നു. അവിടെ ഒരിടത്ത് കണ്ട കാഴ്ച അവനെ അത്യന്തം വിസ്മയിപ്പിച്ചു. ഒരു താപസൻ അഗ്നിമധ്യത്തിലിരുന്ന് കൊടും തപം അനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വക്ത്രഗഹ്വരത്തിലൂടെ സാന്ദ്രമായ ധൂമപടലം നിരന്തരം പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. ഇപ്രകാരം ഒരു അപൂർവ ദർശനത്തിൽ വിസ്മയഭരിതനായി തീർന്ന രാമഭദ്രൻ കേവലം കൗതുകത്താൽ മാത്രം അദ്ദേഹത്തിൻ്റെ സമീപമണഞ്ഞ് വന്നിച്ച ശേഷം ഇരിപ്പുറപ്പിച്ചു. തനിക്ക് ആഹാരം വല്ലതും വേണോ? താപസൻ അവനോട് ചോദിച്ചു. രാമഭദ്രൻ പ്രതിവചിച്ചു. അല്ലയോ സ്വാമി, അവിടുന്ന് എന്ത് തന്നാലും ഞാൻ തിന്നുകൊള്ളാമല്ലോ. ഞാൻ വിശന്ന് പൊരിയുകയാണ്. താപസൻ ഉടൻ തന്നെ ഒരു തലയോട്ടിയെടുത്ത് അതിനുള്ളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നിറച്ച് അവൻ്റെ നേർക്ക് നീട്ടി. പക്ഷേ അവൻ അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അവൻ പറഞ്ഞു, സ്വാമി, എനിക്ക് വലിയ വിശപ്പുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു തലയോട്ടിക്കകത്ത് നിന്ന് ആഹാരം വാരി തിന്നാൻ ഞാൻ തയ്യാറല്ല. അത് നിഷിദ്ധമാണ്, അശുദ്ധമാണ്. അത് കേട്ട് താപസൻ ഒരു മന്ത്രമുച്ചരിച്ചു. തൽക്ഷണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂപ്പുകൈകളുമായി ഒരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, അല്ലയോ ത്രികാലജ്ഞാനിയായ പുണ്യാത്മാവേ, അവിടുത്തേക്ക് എന്നോട് എന്താണ് ആജ്ഞാപിക്കാനുള്ളത്? ദയവ് ചെയ്ത് അറിയിച്ചാലും. ഇതാ, ഈ ബ്രാഹ്മണ യുവാവിന് ഇഷ്ടപ്പെട്ട ആഹാരം തൃപ്തിയാകുവോളം നൽകുക, കൂടെ മറ്റു സുഖസൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുക. ഉടൻ യക്ഷി അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതുവരെ വിജനമായി കിടന്നിരുന്ന ഒരു പ്രദേശത്ത് അവൾ തൻ്റെ മാന്ത്രിക ശക്തിയാൽ സകലവിധ സുഖസൗകര്യങ്ങളോടും കൂടിയ ഒരു ഭവനം നിർമ്മിച്ചു. അവൻ്റെ ശരീരം ആസകലം ചന്ദനക്കുഴമ്പ് ലേപനം ചെയ്ത് പനിനീരിൽ കുളിപ്പിച്ചു. അനന്തരം അവൾ അവനെ മോടിയേറിയ പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അവൻ്റെ ഗളത്തിൽ ദിവ്യ സൗരഭ്യം വമിക്കുന്ന ഒരു തൈല ഭാമിനീഹാരം അണിയിച്ചു. കമനീയമായി അലങ്കരിച്ചിരുന്ന ഒരു പുഷ്പശയ്യയിൽ ഉപവിഷ്ടനാക്കുകയും ചെയ്തു. അനന്തരം യക്ഷി അവിടെ നിന്ന് പോയി. കുളി കഴിഞ്ഞ് പുതുവസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ ശരീരമാകമാനം പൂശി അവിടേക്ക് മടങ്ങിയെത്തി. ഇതിനകം സമയം രാത്രിയായി കഴിഞ്ഞിരുന്നു. ഇരുവരും ഒന്നിച്ചു തന്നെ സ്വാദിഷ്ടവും ധാതുപുഷ്ടികരവുമായ വിശിഷ്ട ഭോജ്യങ്ങൾ യഥേഷ്ടം ഭുജിച്ചു. സർവവും മറന്നുള്ള കാമലീലാവിലാസങ്ങളിൽ ഏർപ്പെട്ട് അവർ അന്നത്തെ രാത്രി ആനന്ദമയമായി കഴിച്ചുകൂട്ടുകയും ചെയ്തു. പ്രഭാതത്തിന് അല്പം മുമ്പ് തന്നെ യക്ഷി അവിടെ നിന്നും തൻ്റെ സ്ഥിരവാസസ്ഥാനമായ ഗന്ധർവലോകത്തേക്ക് മടങ്ങി. രാമഭദ്രൻ കൊടിയ നിരാശയിലാണ്ടു. അവൻ താപസന്റെ സമീപം ചെന്ന് ഇപ്രകാരം സങ്കടം പറഞ്ഞു. അല്ലയോ യോഗീശ്വര, അങ്ങ് ഏതാനും മണിക്കൂറുകൾ അവളോടൊന്നിച്ച് എന്നെക്കൊണ്ട് സ്വർഗസുഖം അനുഭവിപ്പിച്ചു. പ്രഭാതമായപ്പോൾ അവൾ എന്നെ കഠിന കഥനത്തിലാഴ്ത്തി അപ്രത്യക്ഷയാവുകയും ചെയ്തു. ഇനി ഞാൻ എന്തു ചെയ്യും മഹാത്മാവേ? താപസൻ പ്രതിവചിച്ചു. അവൾ ദിവ്യമായ മാന്ത്രിക ശക്തി കൊണ്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അതേ ശക്തി സ്വായത്തമാക്കിയിട്ടുള്ളവൻ്റെ സമീപം അവൾ വസിക്കുകയും ചെയ്യും. പക്ഷെ നീ വിഷാദിക്കണ്ട. ഞാൻ നിനക്ക് ദിവ്യശക്തിയുള്ള ഒരു ഏലസ് നൽകുന്നുണ്ട്. 40 രാത്രികൾ ഏകാഗ്രതയോടുകൂടി വെള്ളത്തിലിരുന്ന് ആ ഏലസിനെ പൂജിക്കുക. നിനക്ക് തീർച്ചയായും അഭീഷ്ടസിദ്ധി ഉണ്ടാകും. അതിൻ പ്രകാരം രാമഭദ്രൻ താപസന്റെ പക്കൽ നിന്നും ഏലസ് വാങ്ങി. താപസന്റെ വ്യവസ്ഥകൾ അനുവർത്തിച്ച് അതിനെ പൂജിക്കുവാൻ തുടങ്ങി. 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും താപസന്റെ മുമ്പിലെത്തി. ഗുരു, അവിടുന്ന് ആജ്ഞാപിച്ച പ്രകാരം ഞാൻ 40 രാത്രികൾ വെള്ളത്തിലിരുന്നു കൊണ്ട് ഈ ഏലസിനെ പൂജിച്ചു. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ശരി, ഇനി ഒരു 40 രാത്രികൾ തീയിലിരുന്നു കൊണ്ട് അതേ പൂജാക്രമം തന്നെ അനുവർത്തിക്കുക. തീർച്ചയായും ഫലപ്രാപ്തി ഉണ്ടാകും. അതിനു മുമ്പായി ഞാൻ വീട് വരെ ഒന്ന് പോയി പെട്ടെന്ന് മടങ്ങി വന്നേക്കാം. എൻ്റെ അച്ഛനമ്മമാരെ കണ്ടിട്ട് വളരെ ദിവസങ്ങളായില്ലേ. അതുകൊണ്ട് എനിക്ക് വലിയ കുണ്ഠിതമുണ്ട് പ്രഭോ. താപസൻ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിച്ചു.
ഉടൻ തന്നെ രാമഭദ്രൻ സ്വന്തം ഭവനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അവനെ ദൂരെ വെച്ച് കണ്ട മാത്രയിൽ തന്നെ അവൻ്റെ വൃദ്ധ മാതാപിതാക്കൾ ഓടിയണഞ്ഞ് അവനെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ഏതാനും ദിവസം രാമഭദ്രൻ മാതാപിതാക്കളുടെ പരിലാളനയേറ്റ് അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പക്ഷേ അനിയന്ത്രിതമായ ജീവിത രീതിയിൽ ശീലിച്ചു പോയ അവന് എത്രകാലം വീടിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിച്ചുകൂട്ടാൻ കഴിയും? ഒരു രാത്രി അവൻ രഹസ്യമായി വീട് വിട്ടിറങ്ങി. നേരെ പഴയ താപസന്റെ പർണശാലയിൽ ചെന്നു. "സ്വാമിൻ, ഞാനിതാ നാട്ടിൽ പോയി അച്ഛനമ്മമാരെ കണ്ടു മടങ്ങിയെത്തിയിരിക്കുന്നു. അങ്ങയുടെ ഉപദേശപ്രകാരം ഞാനിനി അഗ്നിയിലിരുന്ന് മാന്ത്രിക ഏലസിനെ പൂജിക്കാൻ പോവുകയാണ്. എൻ്റെ ആഗ്രഹസാധ്യത്തിനായി അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും." താപസൻ അവനെ ഹൃദയപൂർവ്വം അനുഗ്രഹിച്ചയച്ചു. പക്ഷേ അപ്പോഴും അവൻ്റെ ഹൃദയം ചഞ്ചലമായിരുന്നു. തൻ്റെ വൃദ്ധ മാതാപിതാക്കളെ തനിയെ വിട്ടിട്ട് പോന്നതിൽ അവൻ അതിയായി കുണ്ഠിതപ്പെട്ടു. പക്ഷേ ആ കുണ്ഠിതം ക്ഷണഭംഗുരമായിരുന്നു. അടുത്ത നിമിഷത്തിൽ അവൻ തൻ്റെ ഹൃദയഹാരിണിയായ യക്ഷിയെപ്പറ്റി ഓർത്തു. അവൾ വശ്യവശ്യമായ പുഞ്ചിരി തൂകിക്കൊണ്ട് തന്നെ ക്രീഡാഗൃഹത്തിലെ കുസുമശയ്യയിലേക്ക് മാടി വിളിക്കുന്നതായി അവൻ മനോദർപ്പണത്തിൽ കണ്ടു. അവളെ വീണ്ടും പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പിന്നീട് അവൻ ഒട്ടും താമസിച്ചില്ല. അന്ന് തന്നെ അഗ്നിമധ്യത്തിൽ ഇരുന്നു കൊണ്ടുള്ള തപസ് ആരംഭിച്ചു. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ യക്ഷി പ്രത്യക്ഷപ്പെട്ടില്ല. കൊടിയ നിരാശയോടുകൂടി അവൻ താപസന്റെ സമീപത്തെത്തി. അവനെ കണ്ട ഉടൻ താപസൻ ചോദിച്ചു, "എന്താ, നാം നിർദ്ദേശിച്ച പ്രകാരം അഗ്നിമധ്യത്തിലിരുന്ന് പൂജാകർമ്മങ്ങൾ നടത്തിയില്ലേ?" "എല്ലാം അവിടുന്ന് അരുളി ചെയ്ത പ്രകാരം തന്നെ നിർവഹിച്ചു സ്വാമിൻ. പക്ഷേ യക്ഷി വന്നില്ല." അഭിലാഷ വിഘ്നത്താലുള്ള കൊടിയ വിഷാദം അവൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്നു. ആ കാഴ്ച കണ്ട താപസൻ അർത്ഥഗർഭമായി പുഞ്ചിരി തൂകുക മാത്രം ചെയ്തു. കഥയുടെ ഇത്രയും ഭാഗം പറഞ്ഞു തീർത്ത ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, "അല്ലയോ രാജാവേ, ആ ബ്രാഹ്മണ യുവാവിന് മാന്ത്രിക യന്ത്രത്തിനെ ഹിതാനുവർത്തിയാക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല?" വിക്രമാദിത്യൻ പ്രതിവചിച്ചു, "മാന്ത്രിക യന്ത്രത്തിലെ തപസ്യ കൊണ്ട് സ്വഹിതാനുവർത്തിയാകുന്നതിനുള്ള നിഷ്കൃഷ്ടമായ ഏകാഗ്ര ധ്യാനം ആവശ്യമാണ്. ബ്രാഹ്മണകുമാരന് അതിന് സാധിച്ചില്ല. അവൻ്റെ മനസ്സ് ഒരു വശത്ത് ഹീനചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു, മറുവശത്താകട്ടെ സ്വന്തം വീടെന്നും മാതാപിതാക്കളെന്നും ഗാർഹിക കർത്തവ്യങ്ങളെന്നുമുള്ള മമതാചിന്തകളിൽ വ്യാപൃതമായിരുന്നു. തൽഫലമായി ഏകാഗ്രധ്യാനം നടത്താൻ അവന് സാധിക്കാതെ വന്നു. അവൻ്റെ ആശ നിരാശയായി പരിണമിക്കുകയും ചെയ്തു." വേതാളം ഉടൻ കെട്ടഴിച്ച് മുള്ളുമുരുക്കിൻ ചുവട്ടിലേക്ക് പലായനം ചെയ്തു. ചക്രവർത്തി അവനെ പിന്തുടർന്ന് വീണ്ടും ബന്ധിച്ചുകൊണ്ടുവന്നു. നന്ദി.